പ്രിയരെ, നിന്റെ ജീവിതത്തിൽ ദൈവം തിരുവായി മൊഴിഞ്ഞ് പറഞ്ഞത് തൃക്കൈ അതിനെ നിവർത്തിക്കാൻ പോവുകയാണ്. അതെ, എല്ലാവർക്കും ഒരു നല്ല പ്രഭാത വന്ദനം ഞാൻ ആശംസിക്കുകയാണ്. വീണ്ടും ജേണി വിത്ത് ഹോളി സ്പിരിറ്റ് എന്ന ദൈവിക സന്ദേശവുമായി നിങ്ങളുടെ മുൻപിലായിരിക്കാൻ ദൈവത്തിനാൽ ഒരുക്കുന്ന വലിയ കൃപകൾക്കായി, നല്ല ഭാഗ്യത്തിനാൽ ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രിയരെ, ഒരു ക്ഷമാപണത്തോടെ ആരംഭിക്കട്ടെ. ചില നാളുകൾ, ഏകദേശം ചില മാസങ്ങളായി ജേണി വിത്ത് ഹോളി സ്പിരിറ്റ് എന്ന ദൈവിക സന്ദേശം നിർത്തിവെക്കേണ്ട സാഹചര്യങ്ങൾ വന്നു. ചില സാങ്കേതികമായ തടസ്സങ്ങൾ നേരിട്ടതുകൊണ്ടാണ്. ഒത്തിരി പേര് ഞങ്ങളെ വിളിക്കുകയും എന്തുകൊണ്ട് അതങ്ങനെ സംഭവിച്ചു എന്നൊക്കെ ആരായിയൊക്കെ ചെയ്തു. നിങ്ങൾ കാണിക്കുന്ന സ്നേഹത്തിന്, ആദരവിനും ഒരിക്കൽ കൂടെ നന്ദിയോടെ ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇത് നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നു എന്ന് ഞങ്ങൾ അറിയുന്നത് കൊണ്ടാണ് വീണ്ടും ഞങ്ങൾ ഇത് ആരംഭിക്കുകയാണ്. അതുകൊണ്ട് തുടർമാനമായി ഈ ജേണി വിത്ത് ഹോളി സ്പിരിറ്റ് എന്ന സന്ദേശവുമായി നിങ്ങളെ അടുക്കൽ വരുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ പ്രഭാതത്തിൽ ദൈവാത്മാവിൻ്റെ ഹൃദയത്തിൽ തന്ന ഒരു ചെറിയ സന്ദേശം വേഗത്തിൽ ഞാൻ നിങ്ങളോട് കൈമാറാൻ ആഗ്രഹിക്കുകയാണ്. 2 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം ഞാൻ വായിക്കുന്നു. എൻ്റെ അപ്പനായ ദാവീദിനോട് തിരുവായി മൊഴിഞ്ഞ് അരുളി ചെയ്തത് തൃക്കൈ നിവർത്തിച്ചിരിക്കുന്ന ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ വാഴ്ത്തപ്പെട്ടവൻ. നല്ല വചനത്തിനായി ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രിയരെ, ശലോമോൻ ദൈവത്തോട് പറയുന്ന ഒരു പ്രാർത്ഥനയുടെ ഒരു ചെറിയ ഭാഗമാണ് നാം വായിച്ചത്. അതിനകത്ത് പ്രസക്തമായ 1-2 കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതിനകത്ത് ദാവീദ് രാജാവിനോട് ദൈവം അരുളി ചെയ്ത, അല്ലെങ്കിൽ തിരുവായി മൊഴിഞ്ഞ, രാജാതിരാജാവായ ദൈവം ദാവീദ് രാജാവിനോട് അരുളി ചെയ്ത വാഗ്ദത്തങ്ങൾ ദൈവത്തിൻ്റെ കൈ നിവർത്തിച്ചിരിക്കുന്നു എന്നാണ് ശലോമോൻ്റെ പ്രാർത്ഥനയുടെ സാരാംശം എന്ന് പറയുന്നത്. അതിന് ദൈവത്തെ നന്ദി പറയുകയാണ്. ഈ പകൽക്കാലം ഞാൻ സ്നേഹത്തോടെ, ആദരവോടുകൂടെ പറയട്ടെ, വിശ്വസിക്കുക, ദൈവം നിന്നോട് പറഞ്ഞ വാഗ്ദത്തങ്ങൾ അത് ദൈവത്തിൻ്റെ കൈ തന്നെ നിന്റെ ജീവിതത്തിനകത്ത് പൂർത്തീകരിച്ചു തരാൻ പോകുന്നു. ആമേൻ. വിശ്വസിക്കാമെങ്കിൽ ഈ പ്രഭാതത്തിൽ ഞാൻ നിങ്ങളെ നോക്കി അങ്ങനെ തന്നെ ദൂത് കൈമാറുകയാണ്. ദൈവം തിരുവായി മൊഴിഞ്ഞ ചില വാഗ്ദത്തങ്ങൾ, നിങ്ങളോടും മാത്രം പറഞ്ഞ ദൈവിക ദൂതുകൾ. ഒത്തിരി പേർ ഈ സന്ദേശം കേൾക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കും, പാസ്റ്റേ, എന്നോട് ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങൾ പലതും പെൻഡിങ് ആണല്ലോ, ഒത്തിരി നാളുകളായല്ലോ, കാലഘട്ടങ്ങൾ കഴിഞ്ഞല്ലോ. ഞാൻ ആത്മനിറവിൽ പറയാം, പ്രിയരെ, ദൈവമാണോ ദൈവത്തിൻ്റെ തിരുവായി മൊഴിഞ്ഞ് നിന്നോട് ഒരു ദൂത് കൈമാറിയിട്ടുള്ളത്, അല്ലെങ്കിൽ ഒരു വാഗ്ദത്തം നിന്നോട് കൈമാറിയിട്ടുള്ളത്, ഒരു ഗോഡ് പ്രോമിസ് ദൈവം നിന്നെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നീ ഭാരപ്പെടണ്ട, നീ ആകുലപ്പെടണ്ട, നീ അത് നിറവേറാൻ ഒരു പ്രയത്നവും എടുക്കണ്ട. നീ ദൈവസന്നിധിയിൽ താണിരുന്നാൽ മതി. ദൈവത്തിൻ്റെ കരം തന്നെ അത് നിനക്ക് നിവർത്തീകരിച്ചു തരും. ആമേൻ. നമ്മൾ ദൈവിക വാഗ്ദത്തങ്ങൾ നിറവേറാൻ വേണ്ടി പലപ്പോഴും കുറുക്കു വഴികൾ തേടാറുണ്ട്. ദൈവം എന്നോട് അങ്ങനെ പറഞ്ഞല്ലോ, ഇന്ന രാജ്യത്തിൽ കൊണ്ടെത്തിക്കാമെന്ന് പറഞ്ഞല്ലോ, ഇന്നെടുത്ത് എൻ്റെ ജീവിതം ഇങ്ങനെ ആക്കി തീർക്കാമെന്ന് പറഞ്ഞല്ലോ, എൻ്റെ കുടുംബമൊക്കെ ഇങ്ങനെ ആയി തീരുമെന്നൊക്കെ പറഞ്ഞല്ലോ. എന്നിട്ട് നാളുകൾ വെയിറ്റ് ചെയ്തിട്ടും ആ വാഗ്ദത്തം, ആ പ്രോമിസ് എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിനകത്ത് നിറവേറുന്നില്ല എന്ന് നാം കാണുമ്പോൾ, നാം മനുഷ്യനിൽ ആശ്രയിച്ചിട്ട് പലരുടെയും വാക്ക് കേട്ടിട്ട് പല കുറുക്കു വഴികളും, പല ദൈവികമല്ലാത്ത വഴികളിലൂടെ എങ്ങനെയെങ്കിലും ആ വാഗ്ദത്തത്തിലേക്ക്, ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ നമ്മൾ ശ്രമിക്കും. പക്ഷേ ആ ലക്ഷ്യം, ആ യാത്ര പലപ്പോഴും പരാജയമായി തീരാറുണ്ട്. പക്ഷെ സ്നേഹത്തോടെ ഞാൻ പറയട്ടെ, ദൈവം തിരുവായി മൊഴിഞ്ഞ വാഗ്ദത്തങ്ങൾ തൃക്കൈ തന്നെ നിവർത്തീകരിച്ചു തരുന്ന ഒരു സീസണുകളുണ്ട്. അതുകൊണ്ട് സ്നേഹത്തോടെ ഞാൻ നിങ്ങളോട് പറയാം, കുറുക്കു വഴികൾ തേടണ്ട, ഒരു മാനുഷിക സഹായവും തേടണ്ട. ദൈവം പറഞ്ഞ വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരിക്കുക. ദൈവം തന്നെ, ദൈവത്തിൻ്റെ കരം തന്നെ അത് നിവർത്തീകരിച്ച് നിന്റെ ജീവിതത്തിനകത്ത് പൂർത്തീകരിക്കുന്ന നാളുകൾ വിദൂരമല്ലെന്ന് നിങ്ങൾ വിശ്വസിക്കണം.
പ്രിയരെ, വാക്തത്വം കേട്ടിറങ്ങിയതാണ് അബ്രഹാം. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിനകത്ത് വാക്തത്വം കേട്ടിറങ്ങിയ അബ്രഹാം ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ വെളിപ്പെട്ടപ്പോൾ നീണ്ട 24 വർഷത്തെ യാത്ര, 75-ാമത്തെ വയസ്സിൽ ഇറങ്ങി തിരിച്ചു. 99 വയസ്സായിട്ടും വാക്തത്വം ലഭിക്കുന്നില്ല. പക്ഷേ ഇതിനിടയ്ക്കൊക്കെ സാറയുടെ വാക്ക് കേട്ട് ദൈവം വാക്തത്വം പറഞ്ഞ് ഇനി നടക്കാനൊന്നും സാധ്യതയില്ല, എൻ്റെ ശരീരം ബലഹീനമാണ്, എൻ്റെ ഗർഭപാത്രം നിർജീവമാണെന്നൊക്കെ സാറ പറഞ്ഞിട്ട് അബ്രഹാമിന് ദൈവത്തിൻ്റെ വാക്തത്വത്തെ പൂർത്തീകരിക്കേണ്ടതിന് വേണ്ടി, അങ്ങനെ ഞാൻ പറയാം, ദൈവത്തിൻ്റെ വാക്തത്വം ഒരു തലമുറയാണ്. വാക്തത്വം അത് സാറയിൽ നിന്ന് വരുമെന്നാണ് ദൈവം വാക്തത്വം പറഞ്ഞത്. പക്ഷേ സാറ പറയുകയാണ്, എന്നെ കൊണ്ട് കഴിയത്തില്ല. ഞാൻ ഇങ്ങനെ സ്നേഹത്തോടെ പറയാം, ഈ പ്രഭാതത്തിലും എഴുന്നേറ്റ് വരുമ്പോൾ ജീവിതം മുഴുവനും നെഗറ്റീവായിരിക്കാം, സിറ്റുവേഷൻ മുഴുവനും നിനക്ക് എഗെയിൻസ്റ്റ് ആയിരിക്കാം, സാഹചര്യം മുഴുവനും നിനക്ക് വിരോധമായിരിക്കാം. ഒരു വ്യക്തി പോലും നിന്നെ സപ്പോർട്ട് ചെയ്യാൻ കാണില്ല. നിന്റെ വീട്ടിനകത്ത് ഒരു അനുകൂലമായ വാക്ക് നീ കേൾക്കാൻ കൊതിച്ചാലും കേൾക്കണമെന്ന് ഉണ്ടാകത്തില്ല. ജീവിതം മുഴുവനും എഗെയിൻസ്റ്റ് ആയിരിക്കാം. ആരും നിന്നെ സപ്പോർട്ട് ചെയ്യാൻ വന്നെന്നിരിക്കത്തില്ല. ഒരുപക്ഷെ നിന്റെ ശരീരം പോലും നീ കേട്ട വാക്തത്വത്തിന് വിരോധമായിരിക്കാം ചലിക്കുന്നത്. നീ കേൾക്കുന്ന വാക്കുകൾ, നീ നിൽക്കുന്ന സാഹചര്യങ്ങൾ, നിന്റെ ഉപജീവന മേഖലകൾ, നിന്റെ കുടുംബം സകലതും എഗെയിൻസ്റ്റ് ആയിരിക്കാം. പക്ഷെ സ്നേഹത്തോടെ ഞാൻ പറയട്ടെ, എന്നും കരുതി നിന്റെ വായ് കൊണ്ട് ഒരിക്കലും പറയരുത് ആ വാക്തത്വം എന്നിൽ നിറവേറത്തില്ലെന്ന്. സാറ പറയുകയാണ്, ആ വാക്തത്വം ഒരു കുഞ്ഞിനെ ജന്മം നൽകാൻ എനിക്ക് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരിക്കലും ആ നെഗറ്റീവ് വാക്ക് നിന്റെ ഹൃദയത്തിനകത്ത് വെളിപ്പെടരുത്. നീ വിശ്വസിക്കണം, എല്ലാ പ്രതിസന്ധിയുടെ നടുവിൽ ഏതെല്ലാം സാഹചര്യങ്ങൾ നെഗറ്റീവായാൽ, എനിക്കെതിരെ എഗെയിൻസ്റ്റ് ആയാൽ, എൻ്റെ ജീവിതത്തിനകത്ത് ദൈവം പറഞ്ഞ പ്രോമിസുകൾ അത് നിറവേറുക തന്നെ ചെയ്യും. വിശ്വസിക്കുക, അത് നിറവേറുക തന്നെ ചെയ്യും. ചുമ്മാ നിറവേറത്തില്ല. ദൈവത്തിൻ്റെ തൃക്കൈ തന്നെ അത് നിനക്ക് നിവർത്തിയാക്കി തരും. സാറ പറയുകയാണ്, അതിനെ കൊണ്ട് കഴിയത്തില്ല. അതുകൊണ്ട് എൻ്റെ ദാസിയായ ഹാഗറിൽ നീ ഒരു കുഞ്ഞിന് ജന്മം നൽകണം. അബ്രഹാം സാറയുടെ വാക്ക് കേട്ടു, ദൈവത്തിൻ്റെ വാക്തത്വത്തെ മറന്നു. പ്രിയരെ, പ്രതിസന്ധി വരുമ്പോൾ, പ്രതികൂലം വരുമ്പോൾ ദൈവത്തിൻ്റെ വാക്തത്വം മറന്നിട്ട് മനുഷ്യൻ്റെ വാക്ക് കേൾക്കാൻ പോകരുത്. മനുഷ്യൻ്റെ വാക്കിന് ചെവി കൊടുക്കാൻ പോകരുത്. മനുഷ്യൻ്റെ വാക്കിന് യെസ് പറയാൻ പോകരുത്. അബ്രഹാം സാറയുടെ വാക്ക് കേട്ടു, ഹാഗറിന് പരിഗ്രഹിച്ചു. ഹാഗറിൽ ഇസ്മായേൽ ജനിച്ചു. ഇസ്മായേൽ എന്ന വാക്കിനർത്ഥം കാട്ടുകഴുത. വാക്തത്വത്തിനെതിരെ ഉയരുന്നതെന്തും, വാക്തത്വത്തിന് കുറുക്കു വഴി തേടിയാൽ നിന്റെ ജീവിതത്തിൽ, നിന്റെ കുടുംബത്തിൽ, നിന്റെ ഭാവിയിൽ വെളിപ്പെടുന്നത് കാട്ടുകഴുതയായിരിക്കും. എത്രയോ കുടുംബങ്ങൾ തകർന്നു, എത്രയോ കുഞ്ഞുങ്ങളുടെ നല്ല ഭാവികൾ തകർന്നു, എത്രയോ വ്യക്തികളുടെ വിദ്യാഭ്യാസം പാതി വഴി സ്റ്റോപ്പായി. അവർണ്ണനീയമായ ഭാവി ഉണ്ടാകേണ്ട, എത്രയോ മാന്യതയിലിരിക്കേണ്ട, നല്ല ഉയർച്ചയുണ്ടാകേണ്ട, നല്ല സാഹചര്യത്തിൽ ജീവിക്കേണ്ട, കുടുംബത്തിൽ എല്ലാവരെക്കാളും ശ്രേഷ്ഠമായി നിൽക്കാൻ കഴിവുള്ള, ബുദ്ധിയുള്ള, പ്രാപ്തിയുള്ള എത്രയോ തലമുറകൾ വാക്തത്വത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് കുറുക്കു വഴികൾ തേടി അവരുടെ കൂടാരത്തിനകത്ത്, അവരുടെ കരങ്ങൾക്കകത്ത്, അവരുടെ ജീവിതത്തിനകത്ത് കാട്ടുകഴുതകൾ വെളിപ്പെട്ടു. ഇന്ന് പകൽക്കാലം കാട്ടുകഴുതയല്ല നമുക്ക് വേണ്ടത്. നമുക്ക് വാക്തത്വത്തിൻ്റെ ഈ ചിരിക്കുന്ന ഇസഹാക്കുമാരാണ്. ഞാൻ സ്നേഹത്തോടെ പറയാം, ദൈവം വാക്തത്വം നൽകിയത് നിന്നിൽ സന്തോഷം വെളിപ്പെടുത്താനാണ്, നിന്നിൽ ആനന്ദം വെളിപ്പെടുത്താനാണ്. അതിൽ കുറുക്ക് വഴി തേടരുത്. നിന്റെ ജീവിതത്തിനകത്ത് കാട്ടുകഴുതകൾ പ്രവേശിക്കും. ഇവിടെ ശലോമോൻ പ്രാർത്ഥിക്കുന്നത് കണ്ടോ? എൻ്റെ അപ്പനായ ദാവീദിന്റെ ദൈവമായ യഹോവേ, തിരുവായി മുഴിഞ്ഞത് തൃക്കൈ നിവർത്തിച്ചിരിക്കുകയാണ്. എന്താർത്ഥവർത്തായ പ്രാർത്ഥന. ഇന്ന് പകൽക്കാലം വിശ്വസിക്ക്, എത്ര പ്രായം ചെന്നാലും, എത്ര സാഹചര്യങ്ങൾ എഗെയിൻസ്റ്റായാലും, ഒരു അനുകൂലമായ സാഹചര്യം ഇല്ലെങ്കിലും, നീ ചവിട്ടി നിൽക്കുന്ന മണ്ണ് ഒലിച്ചു പോകുന്നത് പോലെ നിനക്ക് തോന്നിയാലും, ഡോണ്ട് വറി. ദൈവമാണോ വാക്തത്വം പറഞ്ഞത്? ആ തിരുവായി മൊഴിഞ്ഞാണോ നിന്നോട് ദൈവശബ്ദം അരുളി ചെയ്തത്? വിശ്വസിക്ക്, നിന്റെ ജീവിതത്തിനകത്ത് തൃക്കൈ തന്നെ അത് നിവർത്തിക്കും. ഈ പ്രഭാതത്തിൽ ഈ ജേണി വിത്ത് ഹോളി സ്പിരിറ്റ് എന്ന ദൈവിക സന്ദേശത്തിലൂടെ ഞാൻ നിങ്ങളോട് കൈമാറുകയാണ്, തിരുവായി മൊഴിഞ്ഞത് തൃക്കൈ നിവർത്തിക്കുന്ന പകലാണെന്ന്. ഈ നാളുകളിൽ, ഈ സീസണുകളിൽ നീ ഇത് കാണാൻ പോകുകയാണ്. നിന്റെ പ്രയത്നമൊന്നുമല്ല, ദൈവം തന്നെ നിനക്ക് വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കുമെന്നേ. ദൈവം തന്നെ നിനക്ക് വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കുമെന്നേ.
ഭക്തന്മാരുടെ ജീവിതത്തിനകത്ത് ദൈവം അരുളി ചെയ്തത് ദൈവത്തിൻ്റെ കരം നിവർത്തിച്ചതുപോലെ, യോസേഫ് കണ്ട സ്വപ്നം ദൈവം യാഥാർത്ഥ്യമാക്കി കൊടുത്തതുപോലെ, കുടുംബം തകർന്ന രൂത്തിന് ബോവസിനെ അയച്ചു വീണ്ടെടുത്തതുപോലെ, അനാഥ പെൺകുട്ടിയായ എസ്തേറിനെ അഹശ്വേരോശിന്റെ കൊട്ടാരത്തിനകത്ത് റാണിയാക്കി മാറ്റിയതുപോലെ, ഞാൻ നിങ്ങളെ നോക്കി ആത്മാവിൽ പ്രവചിക്കാം, ചില വാഗ്ദത്തങ്ങൾക്ക് ചിറക് വയ്ക്കും, ചില വാഗ്ദത്തങ്ങൾ നിവർത്തിയാകും. നിന്റെ ജീവിതത്തിനകത്ത് ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത വഴികൾ, ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത വാതിലുകൾ ഈ പ്രഭാതത്തിൽ നിങ്ങൾക്ക് വേണ്ടി ദൈവം തുറക്കും. ദേവദാസനെ എനിക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കണം എന്ന് ഹൃദയം കൊണ്ട് ആഗ്രഹിക്കുന്നവർ എന്നോട് കൂടെ ചേർന്ന് പ്രാർത്ഥിച്ച്, നിങ്ങളായിരിക്കുന്ന ഏത് സാഹചര്യത്തിലാണേലും ആ സ്ക്രീനിലോട്ട് കൈ ഉയർത്തി ഒന്ന് പ്രാർത്ഥിച്ച്, സ്വർഗീയമല്ല കർത്താവേ, ഈ നല്ല പ്രഭാതത്തിൽ എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഈ ജനത്തെ ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്. തിരുവായി മൊഴിഞ്ഞത് തൃക്കൈ നിവർത്തിക്കുന്ന സീസണുകൾ ഒരു പകൽക്കാലമാക്കി ഈ പകലിനെ അങ്ങ് തീർത്തതിനായി നന്ദി പറയുന്നു. ഞാൻ ഈ വചനമയച്ച് ഈ ജനത്തെ ബ്ലസ് ചെയ്യുന്നു. ലോക രാജ്യങ്ങളിൽ ഇരിക്കുന്നവിടമേ, പട്ടണങ്ങളിൽ ഇരിക്കുന്നവർ, ദേശങ്ങളിൽ ഇരിക്കുന്നവിടമേ ഈ വചനം ആഴമായി ചലിക്കട്ടെ. ചില വാഗ്ദത്ത നിവൃത്തികൾ, അതിനെ തടസ്സം നിൽക്കുന്ന എല്ലാ പൈശാചിക നുഖങ്ങളും ആത്മാവിൽ ഞങ്ങൾ ബ്രേക്ക് ചെയ്യുകയാണ്. ഒരു ദൈവിക ചലനം വെളിപ്പെടും. ഞാൻ അങ്ങനെ ബ്ലസ് ചെയ്യുന്നു യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. അതേ പ്രിയരെ, വീണ്ടും നല്ലൊരു പ്രഭാതം ഞാൻ നിങ്ങൾക്ക് ആശംസിക്കുകയാണ്. നിങ്ങൾക്ക് പ്രാർത്ഥന ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. വിളിച്ചിട്ട് ലഭിച്ചില്ല എങ്കിൽ വാട്സപ്പിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രയർ റിക്വസ്റ്റുകൾ ടെസ്റ്റ് ചെയ്യുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഉറപ്പായും പ്രാർത്ഥിക്കും. ഞാൻ പറഞ്ഞല്ലോ, ഇനി തുടർമാനമായി ഈ സന്ദേശവുമായി ഞാൻ നിങ്ങളെ അടുക്കലെത്തും. പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ആമേൻ. വീണ്ടും നിങ്ങൾക്ക് തുടർമാനമായി എല്ലാ പ്രഭാതത്തിലും ഈ സന്ദേശം ലഭിക്കണമെങ്കിൽ ഞങ്ങളുടെ ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ലെറ്റ് us start our journey with Holy Spirit. God bless you. Amen.